ഇനി കൊച്ചിയിലുള്ള ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു അറിയിപ്പിലേക്കാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. കൊച്ചിയിൽ ബൈക്ക് മോഷ്ടാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വാഹന മോഷണത്തിന് തടയിടാൻ പോലീസിനാവുന്നില്ല. പാർക്കിംഗ് സെന്ററുകളുടെ അപര്യാപ്തത മുതലെടുത്താണ് മോഷണം നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് കൊച്ചി. ഒപ്പം കുറ്റകൃത്യങ്ങളിലും പുറകിലല്ല. ഇപ്പോൾ പോലീസിനെ വലയ്ക്കുന്നത് എണ്ണമില്ലാത്ത ബൈക്ക് മോഷണങ്ങളാണ്. കൊച്ചിയിൽ ഇരുചക്ര വാഹനങ്ങളിലാണ് ഇപ്പോൾ മോഷ്ടാക്കളുടെ കണ്ണ്. ഒരിടവും പട്ടാപ്പകൽ പോലും സുരക്ഷിതമല്ല. പേ പാർക്കിങ്ങിലല്ലാതെ എവിടെ വണ്ടി വെച്ചാലും കള്ളന്മാർ നോട്ടമിടും, പോക്കും. ഉപജീവന മാർഗത്തിന് പോണവരാണ് എല്ലാവരും, മിക്ക ആളുകളും. അപ്പോൾ അവര് വേറൊരു മാർഗമില്ല. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വണ്ടി വെച്ചിട്ട് ഇതിനൊരു സുരക്ഷിതത്വം ഇല്ല. പേ പാർക്കും ആവശ്യത്തിനില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഒരു സുരക്ഷിതമല്ല വണ്ടികൾ വെക്കുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഉള്ള ഒരു മാർഗം കണ്ടെത്തിയ ഇതിന് ഒരു സെക്യൂരിറ്റി ഇല്ല. പിന്നെ ബൈക്ക് 2 വീലർ അല്ലേ, എപ്പോഴും ആർക്കും എടുത്തിട്ട് പോകാലോ, എല്ലാവർക്കും പോട്ടിക്കാൻ സുഖമല്ലേ. ദിനം പ്രതി ഇരട്ടിയിലധികം വാഹനമോഷണ കേസുകളാണ് നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തയിടങ്ങളിൽ വാഹനം നഷ്ടപ്പെട്ടത് തന്നെ. കലൂർ സ്റ്റേഡിയം, എറണാകുളം നോർത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരങ്ങളിലാണ് മോഷ്ടാക്കളുടെ വിളയാട്ടം. 2 റെയിൽവേ സ്റ്റേഷനുകളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ സ്ഥലപരിമിതിയുണ്ട്. അതിനാൽ സാധാരണക്കാർ ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്യേണ്ടി വരികയാണ്. ഈ അവസരം മുതലെടുത്താണ് മോഷണം. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുടെ അസൗകര്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഫുട്പാത്തിലൊക്കെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫുട്പാത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ റോഡായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകാം. അതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ അതിന് കുറച്ചൊരു സെക്യൂരിറ്റി കിട്ടുമല്ലോ. അത് തന്നെ അതിൻ്റെ കാര്യം. ഇവിടെ വാഹനമോഷണങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരുപാട് വാഹനമോഷണങ്ങൾ നടക്കാറുണ്ട്. ഒത്തിരി സാധനങ്ങൾ നമ്മൾ വെക്കുന്ന സൈക്കിള്, സ്കൂട്ടറുകൾ എല്ലാം മോട്ടിച്ചിട്ട് പോകും. മോഷ്ടിച്ചെടുത്ത വാഹനം മണിക്കൂറുകൾക്കുള്ളിൽ നഗരം കടക്കും. സംസ്ഥാനത്തിന് പുറത്തേക്കും കടത്തും. പലതും പൊടിച്ച് സ്ക്രാപ്പാക്കി മാറ്റും. രൂപമാറ്റം വരുത്തിയുമല്ലാതെയും കുറ്റകൃത്യങ്ങൾക്കായി മോഷ്ടിച്ചെടുത്ത വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പാർക്കിംഗ് സെന്ററുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകും. പക്ഷേ അതുവരെ മോഷ്ടാക്കളെ കയറൂരി വിടാനുമാകില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഗോപനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.